വിചാരിച്ചു നമ്മൾ അവിടെ നിന്നായിരിക്കും പമ്പിൽ കയറുന്നത്. United States of America, Uzbekistan, Venezuela, Vietnam, Zambia. ഹലോ, ഞാനൊരു സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് വിശ്വാസിയാണ്. അതായത് ഞങ്ങൾ ശനിയാഴ്ചയാണ് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ പള്ളിയുടെ ഒരു 30ാം വാർഷികം ഈ റാസൽ ഖൈമയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ പ്രെയറും കുറച്ച് പരിപാടികളും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു യാത്രയിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടനുമായ സാഹിർക്കയും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പമ്പിൽ കയറി കുറച്ച് പെട്രോൾ അടിക്കണം. അതുപോലെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്നാക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കാം. ഇങ്ങനെ എല്ലാ പെട്രോൾ പമ്പിലും ഇതേപോലെ ഓരോ സ്നാക്സ് കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മളൊരു സാൻഡ്വിച്ച് എടുത്തു, ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഒരു ജ്യൂസ് എടുത്തു. സാൻഡ്വിച്ച് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എനിക്ക് പഴയ കാല ഓർമ്മകൾ വന്നു. ഞങ്ങൾ പോകുമ്പോൾ ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഫിലിപ്പിനോ ഞാനും അവനും ഇതുപോലെ നിർത്തിരുത്ത് കഴിക്കും. അടിപൊളി സാൻഡ്വിച്ച് ആയിട്ട് സാൻഡ്വിച്ച് എല്ലാം കഴിച്ച് കുഴപ്പമില്ലാതെ നമ്മൾ വയറൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാനിത് പോക്കറ്റ് 3 DJI പോക്കറ്റ് 3 റെക്കോർഡ് ചെയ്ത്. പക്ഷേ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് ആക്ച്വലി ഇതിൻ്റെ ഫോക്കസ് ഗ്ലാസ്സിൽ ഡസ്റ്റിലേക്കായിരുന്നു വന്നതെന്ന് സിസ്റ്റത്തിൽ പ്ലേ ബാക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. സോറി ഗൈസ്, അതിൻ്റെ ചെറിയ കുറേ ഫൂട്ടേജസിലൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം അതിനി എന്തെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് മെയിൻ റസൽ ഖൈമ എന്നുള്ളൊരു എക്സിറ്റ് എടുത്ത് നമ്മളിത് ചർച്ചിലേക്ക് പോകുന്നു. ഈ ഒരു ഏരിയ റസൽ ഖൈമയിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എല്ലാ പള്ളികളും ഉള്ളതാണ്. ഒരു സ്ഥലത്ത് തന്നെ എല്ലാ സഭകളുടെയും ക്രിസ്ത്യൻ ചർച്ച് ഇവിടെയാണുള്ളത്. CSI, കാത്തലിക്, അതായത് മാർത്തോമ, അങ്ങനെയുള്ള എല്ലാ പള്ളികളിലെയും ഞങ്ങളുടെ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് പള്ളിയും ഇവിടെ തന്നെയാണ്. എല്ലാ ചേർച്ചസും ഇവിടെയുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങാണ്, നല്ല മനോഹരമായിട്ടുള്ള സ്ട്രക്ചറുകളാണ്. ആ കാണുന്നതാണ് ഞാൻ പോകുന്ന പള്ളി, സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് ചർച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇനിയും കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ മെല്ലെ നമ്മൾ ചർച്ചിലേക്ക് പോകുന്നു. ഇനി ചർച്ചിൽ പോയി കഴിഞ്ഞ് പ്രോഗ്രാമെല്ലാം കണ്ടിട്ട് നമ്മൾ ഒരു 1.5 കൂടി തിരിച്ചിറങ്ങും. Sister Anna Joyce Paul and Brother Avelino. God is good. All the time. And all the time? God is good. Amen. I've been sitting here, I've been a little busy, but sitting here praising God for what He's done for you as a church congregation. 36 years behind, eternity forward. Whatever we have here, let's spend them praising God, and let's praise God forever in eternity. God bless you, and happy anniversary to Dubai Central. After this I looked, and there before me was a great multitude that no one could count. Let us welcome Australia, Bangladesh, Barbados, Brazil, the United States of America, Uzbekistan, Venezuela, Vietnam, Zambia, Zimbabwe, Grenada, glorious sight, nations from every corner of the earth
So today, as we sing our first hymn of praise, I want you to contemplate about how God has been great in your life. But 3 days later, that tomb was opened. And 3 days later, our Lord rose again. So maybe this is your difficult time, but don't worry. After the night of crying comes the morning. And with the morning comes rejoicing. So when that moment came, when God gave them deliverance, then Samuel put up a stone, and he called this stone Eben Ha'ezer. Let us pray. Father in heaven, എങ്ങനെയുണ്ടായിരുന്നു പള്ളിയിലെ പാട്ടുകളും? പാട്ടുകളൊക്കെ നന്നായി. ഫസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ഡോമായിട്ട് പള്ളിയിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് വരും. ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്തായിരുന്നു? പാട്ടുകളൊക്കെ തന്നെ. പാട്ടുകള്. എനിക്കും അതെ, ഭയങ്കര. ഞാൻ സ്ഥിരം കേൾക്കുന്നതാണെങ്കിലും പോലും എനിക്ക് ഇവിടുത്തെ പാട്ടുകൾ കേട്ടപ്പോഴേ. പള്ളി കഴിഞ്ഞ് ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ തൽക്കാലം കുറച്ച് തിരക്കും, പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറേ ഇൻ്റർനാഷണൽ ആൾക്കാരുണ്ടാവും. ഒരു ദുബായ് ചർച്ച് എന്ന് പറയുമ്പോൾ കുറേ വീട്ടിൽ കുറേ കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇന്ത്യൻസ്, ബംഗ്ലാദേശ്, പാകിസ്ഥാനി, ഫിലിപ്പീൻ, സൗത്ത് അമേരിക്കയിൽ നിന്നുണ്ടാവും ആൾക്കാർ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഫുഡാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റ് അല്ലേ അല്ലേ? ഓക്കെ, അപ്പം ഞങ്ങളെന്നാൽ ഇവിടുത്തെ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ശരിക്കും ഒരു കംപ്ലീറ്റ് മീൽ കഴിക്കാം അല്ലേ? എന്നാൽ ശരി. നമ്മളൊരു നാടൻ ഊണും പറഞ്ഞു. അങ്ങനെയുണ്ട് ദം ബിരിയാണി. ഒരു തിരക്കേടില്ലാത്ത ഊണ് കഴിച്ച് നമ്മൾ ഏകദേശം സെറ്റായി. ഇനിയിപ്പോൾ നേരെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മെല്ലെ റൂമിലെത്തി. എന്താ ഓറോള് സെറ്റല്ലേ? പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ നമ്മളവിടെ റൂമിലെത്തി. റൂമിൽ വണ്ടി പോയി പാർക്ക് ചെയ്യട്ടെ, എന്നിട്ടൊന്ന് കിടന്ന് നമുക്കൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ബാക്കി പരിപാടി. ഓക്കെ, സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ.